നടക്കില്ല. ദാ കഴിച്ചോ, വയറ് നിറച്ച് കഴിച്ചോ. ഞങ്ങൾക്ക് വേണ്ട. കഴിക്കാനാ പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ. തർക്കുത്തരം പറയുന്നു. എന്നാ ഇന്ന് കഴിപ്പിച്ചിട്ട് തന്നെ. ദാ കഴിക്കേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആഹാ, നിനക്കോ? കണ്ടില്ലേ ഇത് അവള് കഴിക്കാൻ പോകുന്നേ. അങ്ങനെയാ വിശപ്പുള്ള പിള്ളേര്. മര്യാദയ്ക്ക് കഴിക്കുന്നു അതോ നിന്നെ അല്ല നിന്റെ അപ്പുറത്തുള്ളവരെ ഞാൻ കഴിപ്പിക്കും. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? സത്യം ഓടിക്കോ. എന്താ ആഹാ, പിള്ളേർ കൊണ്ടുവന്ന് താനെടുത്ത് കഴിക്കുന്നു. പിടിക്കണ അവരെ പോയി. പപ്പി ഓടിക്കോ. നിക്ക് പിള്ളേരെ, നിക്ക്. പപ്പി കല്ലെടുത്തെറിഞ്ഞോ. കല്ലും കൊണ്ട് എറിയും. ഗ്ലാസ് വെച്ചോ. എറിയും. ഇവളുമാരെ നേരിടാൻ ഇതേ മാർഗമുള്ളൂ. എറിയും. പപ്പി എറിഞ്ഞോ. എറിയും. എടാ ഒന്ന് നോക്കാനല്ല, പൊക്കിക്കോ. ഞങ്ങളെ വീട് അടങ്ങി ഒതുങ്ങി നിന്നോണം. കുരുത്തക്കേട് കാണിച്ചോണ്ടല്ലോ. കാണിച്ച് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കടാ. പപ്പി ഓടിക്കോ. ഓടരുത്. ഓടിയ വിവരം അറിയും. താൻ ഇവിടെ നിന്ന് കണ്ടാ കടിക്കാതെ ഒന്ന് ഇറങ്ങി വാടോ. എടാ വഴികളെല്ലാം കറക്റ്റ് അല്ലേ? കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കാനായിട്ടേ ഓട്ടക്കാരെ കൂടെ കൂട്ടിയിട്ടുണ്ട് ആശാനെ. ഒരാപത്ത് വന്ന ഓട്ടോക്കാർക്കിടയിൽ ഒരു അതിരുകളില്ല. കട്ട ആത്മാർത്ഥത മാത്രം. ഇന്ന് അവന്മാരറിയൂ ആശാനെ കേരളത്തിലെ ഓട്ടോക്കാരുടെ ശക്തി എന്താന്ന്. ശ്രീധരേട്ടാ, സംഗതി സെറ്റല്ലേ? ഡബിൾ സെറ്റാ. ഇനി അവന്മാര് ജീവിതത്തിൽ ഒരു കുട്ടികളെ തട്ടിക്കൊണ്ട് പോകരുത്. അമ്മാതിരി ഇടിയിടിച്ചോണം. അത് പിന്നെ പറയണോ? ഇന്ന് അവിടെ തൃശൂർ പൂരമാ. തൃശൂർ പൂരം. ആ, ഇടി കൊണ്ടുള്ള തൃശൂർ പൂരം. നമ്മളെ രക്ഷിക്കാൻ വിഷ്ണുച്ചൻ വരില്ലേ? സത്യ വരും. അച്ഛൻ വരും. ഇവർക്ക് നല്ല അടിയും ഇടിയും കൊടുക്കുകയും ചെയ്യും. നമ്മളെ തല്ലിയോണ്ട് രണ്ടുപേരും തല്ലി ഓടിക്കണം. ഇനിയും നമ്മൾ അടിക്കോ സത്യ? നമുക്ക് പ്രാർത്ഥിക്കാം ബഫി, അച്ഛൻ വേഗം വരാൻ വേണ്ടി. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നെയും കൂടി ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. അത് പിന്നെ ഹലോ. ആ, നിങ്ങളവിടെ എത്തിയോ? ആ, ഉപേന്ദ്രനുണ്ടല്ലോ കൂടെ അല്ലേ? ആ ഉണ്ട്. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാ. ആ രജിസ്ട്രാർ ഒരു പ്രത്യേക സ്വഭാവക്കാരന് ഒരു രീതിയിലും അടിക്കില്ല. ഇതിനു മുമ്പ് അവിടെ എന്തോ ആൾമാറാട്ടം നടത്തി കള്ളാധാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു. അതുകൊണ്ട് കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ അവിടെ ഒരു പീണുണ്ട്. അവൻ നമ്മളാളാ. അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ, അവൻ എത്തിയിട്ടുണ്ട്. ആ രോഹിത്ത്. എഴുതി തന്നതിന് ശേഷം അവനിട്ട് നല്ലൊരു പണി കൊടുക്കണം. നമ്മളെ വഞ്ചിച്ചവരാരും അങ്ങനെ നട്ടല് നിവർത്തി നമ്മളെ മുമ്പിൽ കൂടെ നടക്കണ്ട.
എന്നാ പിന്നെ ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വിളിക്കാം. ആ പിന്നെ ഒരു പഴുതുമില്ലാതെ കാര്യങ്ങൾ ചെയ്യണം. കളക്ടർ വേണം വന്നിരടി. ഏയ് ഇതുവരെ വന്നിട്ടില്ല. വരും, കാഞ്ഞ ബുദ്ധിയാവും. അവൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ടാ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. എന്നാ പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വിളിക്കും. ശരി, അങ്ങനെ ആവട്ടെ. ഓക്കെ. ചിറ്റപ്പനായിരുന്നു. അങ്ങേരുന്ന് എവിടെയാ? ഇങ്ങോട്ട് വരാൻ പറയാൻ പാടില്ലായിരുന്നോ? അത് എന്തോ ഒഫീഷ്യൽ മീറ്റിംഗിലാ. അതെ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. പക്ഷെ ഒട്ടും ഓക്കെ അല്ലാത്തത് ഇവിടുത്തെ സാറ് മാത്രമാണ്. ഭയങ്കര കണിശക്കാരനാണല്ലേ? ജോലിയോടെ ആത്മാർത്ഥത ഇത്തിരി കൂടുതലാ. അല്ലെങ്കിൽ പിന്നെ എഴുതി വാങ്ങിക്കുന്നവനും സ്ഥലത്തുണ്ടെങ്കിൽ സ്പോട്ടിലുണ്ടാവണമെന്ന് ഇങ്ങനെ വാശി പിടിക്കും. ചെറിയൊരു തമ്പ് ഇംപ്രഷന്റെ കാര്യമുള്ളൂ. പക്ഷെ അതും ആധാരത്തിന്റെ ഫോട്ടോ കോപ്പി ആളെ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ പുള്ളിക്കാരെ സമ്മതിക്കൂ. ഇതിനു മുമ്പ് ഇവിടെ ഒരു കള്ളക്കളി നടന്നതുകൊണ്ടാ പുള്ളിക്കാരെ ഇത്രയും സ്ട്രിക്റ്റ് ആയത്. അപ്പൊ എന്നെ വിളിക്കുമല്ലേ? എഴുതി വാങ്ങിക്കുന്ന ആളല്ലേ? അതെ, എന്റെ പേരിലാണ് എഴുതി വാങ്ങിക്കേണ്ടത്. ഉപേന്ദ്രൻ. വിളിക്കും. വിളിക്കുക മാത്രമല്ല, നിങ്ങളുടെ ആധാർ കാർഡ് അടക്കം അരിച്ചു പറക്കി നോക്കുകയും ചെയ്യും. ആദ്യം എഴുതി തരുന്ന ആളെ വിളിക്കട്ടെ.